മനോജ് ഈ ടീം എന്ന് പറയുമ്പോൾ സ്വാഭാവിക ശുഭ്മൻ ഗില്ല് ടീമിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വരവ് അത് ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഒരു സ്ട്രെങ്ത് ഉണ്ട് എന്ന് കാണിക്കുന്നതാണല്ലോ. കാരണം ശുഭ്മാൻ ഗില്ലിനെ പോലെ ഇപ്പൊ ഈവൻ ടെസ്റ്റ് സീരീസ് ആയിക്കോട്ടെ എങ്കിൽ തന്നെ എത്രത്തോളം 700-ൽ കൂടുതൽ റൺസ് അടിച്ച ഒരു താരം അദ്ദേഹം ഡെഫിനറ്റ് ആയിട്ടും അത് അർഹിക്കുന്നുണ്ട്. സ്ലോട്ടിൽ വലിയ വ്യത്യാസം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ സഞ്ജു ഓപ്പണിംഗ് സ്ലോട്ടിൽ അത് ഉറപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശുഭ്മാൻ ഗിൽ വരുന്നതോടുകൂടി ബാറ്റിങ്ങിന് കുറച്ചും കൂടെ എന്തായാലും വൈസ് ക്യാപ്റ്റനാണ്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും 11-ൽ കളിക്കും എന്നുള്ളത് ഉറപ്പിക്കാമല്ലോ. അപ്പൊ എന്തായാലും അത് ബാറ്റിങ്ങിന് ഡെപ്ത് കൂട്ടും, ഒരു സ്റ്റെബിലിറ്റി കൂട്ടും. അത്ര മാത്രമേ ഉള്ളൂ. മേ ബി ഒരു 1 ഡൗൺ പൊസിഷനിലോ 2 ഡൗൺ പൊസിഷനിലോ ആയിരിക്കും ബാറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ ഇപ്പൊ എല്ലാവരും മാറി മാറി കളിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പൊ സൂര്യകുമാർ യാദവിനെ നോക്കുവാണെങ്കിൽ അദ്ദേഹം 1 ഡൗൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യുന്നു, 2 ഡൗൺ എവിടെ വേണമെങ്കിൽ. ഇപ്പോൾ ക്രിക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെ മാറിയിരിക്കുന്നു. നമുക്ക് ഈ ഒരു പൊസിഷനിൽ നമ്മൾ ബാറ്റ് ചെയ്യുള്ളൂ എന്ന് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് ഇന്ത്യൻ ടീം മാറിയിരിക്കുകയാണ്. കാരണം എനിക്ക് ഓപ്പണറായിട്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. അത്രത്തോളം ആളുകളുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ അവര് ഒരു പ്രൊഫഷണൽസ് ആണ്. ഡെഫിനറ്റ് ആയിട്ടും അവരത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ സോണി ചെറുവത്തൂർ, പ്രതിഭാധാരാളിത്തമാണ് ഇന്ത്യ ടീം ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രേയസ് അയ്യർ ഈ സ്ക്വാഡിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എപ്പോഴും ഉൾപ്പെടുത്തുന്നുള്ളതുണ്ട്. ഒരു കൺഫ്യൂഷനാണത്. എനിക്ക് തോന്നുന്നു ഈ കുറി ഈ സീസണിൽ IPL മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരങ്ങളിലൊന്ന് യശസ്വി ജയ്സ്വാളും അല്ലെങ്കിൽ ശ്രേയസ് അയ്യരും. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി മികച്ചു നിന്നിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ആ ഒരു ടോപ്പ് ഓർഡറിലുള്ള ഒരു തിരക്കാണ് ഒരുപക്ഷെ ശ്രേയസ് അയ്യറിന് അവിടെ ഒരു സ്ഥാനം ലഭിക്കാതെ പോയത്. അദ്ദേഹത്തിന്റേതായ യാതൊരു കുറ്റവും കുറവും കൊണ്ടല്ല എന്നുള്ളത് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അത്രത്തോളം ബെഞ്ച് സ്ട്രെങ്ത് ടീം ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നമ്മൾ ഏറ്റവും മുകളിൽ നിൽക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം തന്നെയാണ്. അപ്പോൾ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ്. അതായത് വലിയൊരു വേൾഡ് കപ്പ് മുന്നിൽ നിൽക്കുന്നു, കിട്ടിയ അവസരം മുതലാക്കിയേക്കണം. അല്ല, അതിനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവിടെ പോയി അങ്ങനെ അവരെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം, 1-2 ഫെയിലിയർ ആണെങ്കിൽ പോലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങളെ ഒരു കാര്യത്തിന് ഇവിടെ നിങ്ങൾ എടുത്തിരിക്കുന്നു, അത് നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായി ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾ ഇവിടെ സ്ഥിര സാന്നിധ്യമായിട്ടുണ്ടാകുമെന്നുള്ളത് ടീം മാനേജ്മെന്റ് പ്രത്യേകിച്ച് പരിശീലകൻ ഗൗതം ഗംഭീർ ആ പ്ലേയേഴ്സിന് ഉറപ്പും ആത്മവിശ്വാസവും കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ മത്സരത്തിൽ ഈ പ്രഖ്യാപനത്തിലും സഞ്ജു സാംസൺ ഓപ്പണറായിട്ട് ആ ടീമിൽ നിന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, നമ്മുടെ കേരളത്തിന്റെ സ്പിന്നർമാരുടെ ഒരു നീണ്ട പട്ടിക എടുത്താൽ നമുക്ക് മോനിഷ് എന്ന് പറയുന്ന പേര് തെളിഞ്ഞ് നിൽക്കാം. 2013 മുതൽ 19 വരെ കേരളത്തിന്റെ കുന്തമുന്നയായിരുന്നു മോനിഷ് ഭായ്. വരുൺ ചക്രവർത്തി, അക്സർ പട്ടേൽ ആൻഡ് കുൽദീപ്. എങ്ങനെയാണ് ഈ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യയുടെ സ്പിന്നേഴ്സിനെ നമുക്ക് എങ്ങനെ കാണാം? ഈ 3 പേരുടെ കോമ്പിനേഷൻ ഭയങ്കര കോമ്പിനേഷൻ ആണ്. ബിക്കോസ് അക്ഷർ പട്ടേൽ എന്തായാലും ആസ് എ ഓൾറൗണ്ടർ കളിക്കും. സോ 3 പേരുടെ ഒരു ഡിമെൻഷൻസ് വേറാണ് എറിയണത്. സോ ഇറ്റ്സ് എ വെരി ലീത്തൽ കോമ്പിനേഷൻ. സോ നല്ല രസമായിരിക്കും കാണാൻ. പ്രത്യേകിച്ച് ദുബായിലെ വിക്കറ്റ് എന്ന് പറയുന്നത് സ്പിന്നിനെ അനുകൂലിക്കുന്ന വിക്കറ്റ് കൂടിയാണ്. അതെ, അത് ഞാൻ പറഞ്ഞ പോലെ 3 പേരും വേറെ ഡിമെൻഷൻസ് ആണ് എറിയണത്. സോ എന്തായാലും ബാറ്റ്സ്മാൻമാർക്ക് നല്ല പാടായിരിക്കും കളിക്കാൻ. കണക്കി വീഴ്ത്തുവാங்க ഉറപ്പായിട്ട്. ഓക്കെ, വിനഞ്ജിത് നായർ നമ്മുടെ കേരളത്തിന്റെ വിക്കറ്റ് കീപ്പർ ആയിരുന്നു. അപ്പം വിക്കറ്റ് കീപ്പറെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നമുക്ക് സഞ്ജു സാംസൺ, ഇപ്പൊ ജിതേഷ് ശർമ്മയുടെ പേരുണ്ട്, അതുപോലെ തന്നെ ധ്രുവ് ജുറേൽ സ്റ്റാൻഡ് ബൈ പട്ടികയിലുണ്ട്. അപ്പം ഏതെങ്കിലും തരത്തിൽ സഞ്ജുവിന് പകരം അല്ലെങ്കിൽ ജിതേഷിന്റെ പേര് കൂടി വന്നാൽ ഒരു കൺഫ്യൂഷനൊക്കെ അതിൽ വരുന്നുണ്ടോ ആര് കീപ്പ് ചെയ്യുന്നുള്ള കാര്യത്തിൽ? ഡെഫിനറ്റായിട്ട് സഞ്ജു തന്നെ ആയിരിക്കും ഫസ്റ്റ് ചോയ്സ്. ബിക്കോസ് അയാളുടെ കഴിഞ്ഞ പെർഫോമൻസ് സൗത്ത് ആഫ്രിക്കയിലെ 2 സെഞ്ചുറി അങ്ങനത്തെ പെർഫോമൻസ് ഉള്ളതുകൊണ്ട് സഞ്ജുവിന് തന്നെ ആയിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് വരുമെന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു. ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും. ജിതേഷ് ശർമ്മ ഓൺ ആൻഡ് ഓഫ് പെർഫോം ചെയ്തിട്ടുണ്ട്, പക്ഷെ അത്ര കൺസിസ്റ്റന്റ് ആയിട്ടൊരു പെർഫോമൻസ് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ പെർഫോമൻസ് വന്നിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. വിക്കറ്റിന് പുറകിലും ബാറ്റ് കൊണ്ടും സഞ്ജു അപ്പോൾ ഒരു അനിവാര്യമായ ഒരു താരമാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യയെ സംബന്ധിച്ച്. 100%. ഐഫി പറഞ്ഞതുപോലെ സഞ്ജു കളിക്കേണ്ടത് ഇന്ത്യൻ ടീമിന്റെയും കൂടെ ആവശ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇതെങ്ങനെ നമ്മുടെ ഈ KCL-ന് എത്രമാത്രം ഇതൊരു വലിയ ഊർജ്ജം കിട്ടും? ഭയങ്കര ഇമ്പാക്ട് ആയിരിക്കും. സഞ്ജു വന്ന പ്രാക്ടീസ് മാച്ച് തന്നെ വളരെ ക്രൗഡ് വന്നിരുന്നു കാണാനായിട്ട്. അപ്പൊ ഇനിയിപ്പോ ഓണം അവധിയൊക്കെ വരുന്ന സമയമായതുകൊണ്ട് സ്റ്റേഡിയത്തിലും അല്ലാതെ തന്നെ TV വ്യൂവർഷിപ്പും വളരെ കൂടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ ദിവ്യ, ഇതാണ് പറഞ്ഞതുപോലെ നമ്മൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ ഇവിടെ സഞ്ജുവിന്റെ മത്സരം വരാനിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ തന്നെ സഞ്ജു ഇവിടെ കളിക്കാനിറങ്ങും. ആള് നിറയും. പ്രത്യേകിച്ച് സഞ്ജു ഏഷ്യ കപ്പിൽ സ്ഥാനം ഉറപ്പിച്ച് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒപ്പം നിന്ന് കൈയടിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓരോ ഷോട്ടുകൾക്കും കൈയടിക്കാൻ ആളുകൾ എത്തും. വലിയ ആവേശത്തിലാണ് ഇവരെല്ലാം. KCL-ന്റെ ഓരോ ടീമിന്റെ പരിശീലകരാണ്. ശ്രീ വിരഞ്ജിത് നായർ പരിശീലകൻ ഒരാളാണ് അല്ലെ? അത് സുനിൽ വയസ്സും സുനിൽ കുമാറുമാണ് നമ്മളെ തൃശൂർ ടീമിന്റെ അല്ലെ? അതെ. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നതിനായിട്ട് വളരെ കൃത്യമായി പറഞ്ഞല്ലോ. വളരെ അനിവാര്യമായ ഒരു താരമാണ് സഞ്ജു.
ഈ ഏഷ്യ കപ്പിൽ സഞ്ജുവിന്റെ പ്രകടനം നമ്മൾ വലിയ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ദിവ്യ.